കൊല്ലപ്പെട്ട രാം നാരായണൻ്റെ കുടുംബം ഛത്തീസ്ഗഡിൽ നിന്ന് കേരളത്തിലേക്ക് എത്തി. കണ്ടു നോക്ക്. सर मुझसे पूछिए अभी बोलने की हालत उस तरफ करो. आप बोलो. मैं मृतक राम नारायण का छोटा भाई हूँ. ये मेरी भाभी है. आज ही जो है छत्तीसगढ़ से यहाँ पे आई है. मेरे भाई को जो है यहाँ पे भीड़ द्वारा जो है पीटा गया है. तो जो भीड़ द्वारा पीटा जो धारा है मॉब लिंचिंग का, वो केस दर्ज होना चाहिए. और जो तहसील पूनावाला का धारा है SIT टीम गठित वो हो. और मृतक जो मेरे परिवार के जो ये मेरे दोनों बच्चे हैं मेरे भाई के, इनको जो है उचित जो है मुआवजा राशि 25 लाख रुपये से मिले, ऐसा मेरी सरकार से मांग है. ആ ഒരു മനുഷ്യൻ്റെ ഭാര്യയുടെ കണ്ണീര്, ആ മക്കളുടെ ദയനീയമായ നോട്ടം, അവർ പറയുന്നത് 100% മാന്യമായിട്ടുള്ള കാര്യമാണ്. മൃതദേഹം ഏറ്റുവാങ്ങണമെങ്കിൽ 25 ലക്ഷമെങ്കിലും കേരള സർക്കാർ നഷ്ടപരിഹാരം നൽകണമെന്ന്. കുറഞ്ഞുപോയി എന്ന് ഞാൻ പറയൂ. സ്വന്തം ഭാര്യയും മക്കളെയും ഒഴിവാക്കിയിട്ട് കേരളത്തിൽ വന്നതാണ് പണിയെടുത്ത് സ്വന്തം കുടുംബത്തെ പോറ്റാൻ. ആ വന്ന മനുഷ്യനെയാണ് കള്ളനെന്ന് മുദ്ര കുത്തി പേപ്പട്ടിയെ തല്ലിക്കൊല്ലും പോലെ കൊന്നത്. രാജ്യം ചോദിച്ചാണ് കൊന്നത്. രാജ്യം ചോദിച്ച് ഒരു ജീവനൊരു വില പോലും കൽപ്പിക്കാതെ തല്ലിക്കൊന്നത്. ഈ 5 പ്രതികളുടെയും സ്വത്തുവകകൾ കണ്ടെത്തി കേരള സർക്കാർ തന്നെ ഇവർക്ക് നഷ്ടപരിഹാരം നൽകണം. ഈയൊരു കാര്യം ചെയ്താൽ നാളെ ഒരുത്തനെ കൊല്ലാൻ ഒരുത്തനെ കത്തിയെടുക്കുമ്പോൾ കൈവിറക്കും. കാരണം ഞാൻ ഇവനെ ഇന്ന് കൊന്നാൽ നാളെ സർക്കാർ എൻ്റെ സ്വത്തുക്കൾ മൊത്തം ഈ കൊല്ലപ്പെട്ട ആൾക്ക് അവരുടെ കുടുംബത്തിന് നൽകുന്നൊരു പേടിയുണ്ടാവും. ആ ഒരു പേടിയുണ്ടാവും. ഇവിടെ ആർക്കും പേടിയില്ല. നാളെ എന്നെയും കൊല്ലും, നിങ്ങളെയും കൊല്ലും. പേടിക്കേണ്ട ആവശ്യമില്ല. മരിച്ചവൻ്റെ കുടുംബത്തിന് പോയി. പക്ഷേ ഈ ഒരു നിയമം കൊണ്ടുവന്നാൽ പേടിക്കും, തൊടാൻ പേടിക്കും. നാളെ ഞാൻ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ കുടുംബം വയ്യാതാരമാകുമെന്നൊരു പേടിയുണ്ടാവും ഉള്ളിൽ. അതാണ് വരേണ്ടത്. അത് മാത്രമാണ് വരേണ്ടത്. അതല്ലാതെ ഇവരെ ശിക്ഷിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. അവർക്ക് ശിക്ഷ കിട്ടി എന്ത് കാര്യം? ഈ കുടുംബം, കൊല്ലപ്പെട്ട ഈ രാംനാരായണൻ്റെ കുടുംബം പിന്നെയും തെരുവിൽ തന്നെയാണുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു നിയമം നിങ്ങൾ കൊണ്ടുവരണം. ഈ 5 പ്രതികളുടെ സ്വത്തുവകൾ കണ്ടുകെട്ടി രാംനാരായണൻ്റെ കുടുംബത്തിന് കൊടുക്കണം നഷ്ടപരിഹാരമായിട്ട്. അതാണ് ചെയ്യേണ്ടത്.